അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ചന്ദ്ര കൂട്ടുകാരി ഡെയ്സിയെയും വിളിച്ചിട്ട് അർച്ചനയുടെ ഓഫീസിലേക്ക് പോവുകയാണ് കേട്ടോ. അവിടെ വസു മാത്രമേ ഉണ്ടാവുള്ളൂ, അർച്ചന ഉണ്ടാവില്ല. അതേസമയം ഡെയ്സിയോട് ഇങ്ങനെ പറയും, ഇത് വെറുതെയാണ് ഇവർ ഓഫീസ് തുറന്നു വെച്ചിരിക്കുന്നത്, ഇവർ കേസൊന്നുമില്ല എന്നെല്ലാം അങ്ങനെ പറഞ്ഞിട്ട് അർച്ചനയെ അങ്ങനെ കളിയാക്കി പറയും കേട്ടോ. അത് കേൾക്കുമ്പോൾ വസുവിനാകെ ദേഷ്യം വരികയാണ് കേട്ടോ. വസു പറയുന്നൊക്കെ ഉണ്ട് കാര്യങ്ങളൊക്കെ കേട്ടോ, ഞങ്ങൾ കേസില്ലാതിരിക്കുകയല്ല എന്നെല്ലാം പറയുന്നുണ്ട്. അതിനുശേഷം അവർ രണ്ടുപേരും കൂടി പോവണം. പോകുന്ന സമയത്ത് തന്നെ അർച്ചന അങ്ങോട്ടേക്ക് വരും. പക്ഷേ അർച്ചനയെ ചന്ദ്രയും വസും കൂടി കാണില്ല കേട്ടോ. അതേസമയം വിജയശങ്കറിൻ്റെ ഓഫീസിലേക്ക് പോകുമ്പോൾ അവിടെ ആരെയും കക്ഷികളെ ഒന്നും കാണില്ല. അപ്പോൾ ഡെയ്സി ചോദിക്കും, എന്താ അത് കക്ഷികളൊന്നും ഇല്ലല്ലോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ വരും എന്ന് പറഞ്ഞിട്ട് വിജയേട്ടൻ കക്ഷികളെയൊക്കെ ഒഴിവാക്കിയതായിരിക്കും എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. അതിനുശേഷം വിജയശങ്കറിൻ്റെ അടുത്തേക്ക് പോയതിന് ശേഷം അവർ സംസാരിക്കുകയാണ്. ഇവിടെ തിരക്കുണ്ടാവും എന്നാണ് കരുതിയത്, വിജയേട്ടൻ ഞങ്ങൾ വരുന്ന കാരണം ഒഴിവാക്കിയതാണോ എന്ന് ചോദിക്കും. അല്ല, ആദ്യമായിട്ടാണ് ഇന്ന് ഈ കേസ് വന്നിരിക്കുന്നത്, ഡെയ്സിയാണ് വന്നിരിക്കുന്നത്. ഞാൻ ഉച്ചവരെ ഇവിടെ ഉണ്ടായിരുന്നില്ല, കോടതിയിലായിരുന്നു, അതിന് ശേഷം ഇപ്പോൾ വന്നിരിക്കുകയാണ് എന്നിങ്ങനെ പറയും. ഇന്നലെ നല്ല തിരക്കായിരുന്നില്ലേ എന്നിങ്ങനെ ചന്ദ്ര പറയുമ്പോൾ, ഇന്നലെയും ഒരു തിരക്കുമില്ലേ, ഇപ്പം എല്ലാ കേസുകളും അർച്ചനയാണ് ചാക്കിട്ട് പിടിക്കുന്നത് എന്നിങ്ങനെ പറയും കേട്ടോ. അത് കേൾക്കുമ്പോൾ ചന്ദ്രയ്ക്ക് ആകെ ദേഷ്യം വരികയാണ് കേട്ടോ, ഈ വിജയേട്ടൻ എന്നെ എവിടെയും നാളം കെടുത്തോ എന്ന്. പക്ഷേ എല്ലാ കാര്യങ്ങളും ഡെയ്സിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അതേസമയം ഡെയ്സി പറയുകയാണ്, എന്തായാലും ശരി, നമ്മളിപ്പോൾ അതൊന്നും അല്ലല്ലോ സംസാരിക്കാൻ വന്നത്, എൻ്റെ കേസിൻ്റെ കാര്യമല്ലേ എന്ന് പറഞ്ഞിട്ട് അവർ കേസിൻ്റെ കാര്യം സംസാരിക്കുകയാണ്. അതിനുശേഷം അവർ പുറത്തേക്ക് ഇറങ്ങണം കേട്ടോ. അതേസമയം ഡെയ്സി ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ വിജയേട്ടൻ കേസ് ഏറ്റെടുക്കില്ല എന്നാണ് വിചാരിച്ചിരുന്നത് എന്നിങ്ങനെ പറയണം കേട്ടോ. ഇല്ല, നിൻ്റെ കേസല്ലേ, അതെന്തായാലും ഏൽക്കാതിരിക്കില്ല എന്നിങ്ങനെ ചന്ദ്ര പറയണം. അതിനുശേഷം ചന്ദ്രയും ഡെയ്സിയും കൂടിയിട്ട് അർച്ചനയുടെ ഓഫീസിലേക്ക് പോവുകയാണ് കേട്ടോ. അത് അർച്ചന ചോദിക്കും, എന്താ ചന്ദ്ര ഇവിടെ വന്നിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോഴേ, ഒന്നുമില്ല, നിന്നെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഞങ്ങളെ അച്ചുവിൻ്റെ അവിടെ ഫാമിലി മീറ്റിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു, എന്തെല്ലാം ഒരു കാര്യങ്ങളാണെന്നറിയോ, അവിടെ നിൻ്റെ കാര്യങ്ങളെല്ലാം അച്ചു അറിഞ്ഞു. പക്ഷെ നിന്നെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരുക്ക് സംസാരിക്കുമ്പോൾ അതൊന്നും അച്ചു കേൾക്കുന്നില്ല. അച്ചുവിന് പാമ്പാട്ട് കുടുംബം എന്ന് പറയുന്നത് തന്നെ ഒരു തരം അറപ്പാണ് എന്നെല്ലാം അങ്ങനെ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ അർച്ചന പറയും, ആണോ, അങ്ങനെയാണോ, നീ പോയില്ലേ അവിടേക്ക്, ഫാമിലി മീറ്റിംഗ് മാറ്റി വെച്ചിട്ട് മെയിൽ വന്ന് നീ അറിഞ്ഞില്ലേ, നീ പോയില്ലല്ലോ, നിങ്ങൾ ആരും പോയില്ലല്ലോ എന്നിങ്ങനെ പറയണം കേട്ടോ. അതെങ്ങനെ നീ അറിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ചന്ദ്രയുടെ മുഖമാകെ വഷളാകുകയാണ് കേട്ടോ. അതെങ്ങനെ നീ അറിഞ്ഞു എന്നിങ്ങനെ ചോദിക്കുമ്പോൾ, ഞാൻ അറിഞ്ഞു, അതാദ്യം നീ മനസ്സിലാക്കിക്കോ എന്നിങ്ങനെ പറയും. ആരാ നിന്നോട് പറഞ്ഞത് എന്ന് ചോദിക്കും, അത് പറയാൻ എനിക്ക് മനസ്സില്ല, നീ ഏതായാലും പോയി കണ്ടുപിടിക്കുക എന്നിങ്ങനെ പറയണം കേട്ടോ. ആകെ മൊത്തം ചമ്മാണ് കേട്ടോ. അതിനുശേഷം ഡെയ്സി ചന്ദ്രയോട് പറയുന്നുണ്ട്, ഏതായാലും നിൻ്റെ ഭർത്താവിൻ്റെ ഓഫീസ് ഇവിടെയല്ലേ, ഏതായാലും മുൻഭാര്യയല്ലേ, പോരാത്തതിന് കുഞ്ഞിൻ്റെ അമ്മയുമാണ്, ഇനി അവർ തമ്മിൽ വല്ല ഇഷ്ടമുണ്ടോ, അതോ വല്ല കേസിൻ്റെ കാര്യങ്ങളോ എല്ലാ കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ടാവോ, വിജയശങ്കർ പറഞ്ഞിട്ടുണ്ടാവോ എന്തോ എന്നങ്ങനെ പറയുമ്പോൾ ചന്ദ്ര പറയണ്ടേ, ഒരിക്കലും അങ്ങനെ പറയില്ല, ഞാൻ വിജയേട്ടനോട് ഇവിടുന്ന് ഓഫീസ് മാറ്റണം എന്ന് പറഞ്ഞത്, പക്ഷേ അർച്ചനയെ തോൽപ്പിക്കണം, അതുകൊണ്ട് മാത്രമാണ് ഇവിടെ തന്നെ ഓഫീസ് വെച്ചിരിക്കുന്നത് എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം ഡെയ്സി പറയേണ്ടത് ശരി, അതല്ല നിൻ്റെ തോന്നലുകൾ, ഞാൻ എൻ്റെ മനസ്സിലുള്ളത് പറഞ്ഞു എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം അർച്ചന ഒരുപാട് വൈകിട്ടാണ് ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കുന്നത് കേട്ടോ. വിജയശങ്കർ ചോദിക്കും, എന്താ അർച്ചന എത്ര വൈകിയത്, നിൻ്റെ വണ്ടി കിട്ടിയില്ല ചോദിക്കും. ഇല്ല, കിട്ടിയില്ല എന്ന് പറയും. ഇനിയിപ്പോൾ നീ ആരുടെ കൂടെ എങ്ങനെ പോണത് എന്ന് ചോദിക്കും. ഞാൻ എങ്ങനെയും പോകാം, അത് നിങ്ങളുടെ വിഷയമല്ലല്ലോ എന്നിങ്ങനെ ചോദിക്കാൻ കേട്ടോ. പിന്നീട് വിജയശങ്കർ അങ്ങനെ മനസ്സിൽ വിചാരിക്കണം, ആ കള്ളുകുടീൻ്റെ കൂടെ പോകാനുള്ള പദ്ധതിയാണ് തോന്നുന്നത്, എന്തായാലും അത് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്യാൻ ചോദിക്കും. വേണ്ട, എന്തായാലും സന്തോഷം എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അതിനുശേഷം അർച്ചന മാറി നിന്നിട്ട് ഫോൺ ചെയ്യണം, മൂന്നനെ ഫോൺ ചെയ്യണം കേട്ടോ. മൂന്നനെ ഫോൺ ചെയ്യുമ്പോൾ മൂന്നൻ പറയുന്നുണ്ട്, ചേച്ചി ഞാൻ ഇത്തിരി വൈകും, ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ ലേറ്റ് ആവും എന്നിങ്ങനെ പറയണം. സാരമില്ലടാ, ഞാൻ എന്നാൽ ഒരു ഓട്ടോറിക്ഷ വിളിച്ച് പോയിക്കോളാം എന്നിങ്ങനെ പറയണം. വേണ്ട, ആനന്ദനെ വിളിച്ച് വരാൻ പറയാം എന്നിങ്ങനെ പറയണമ്പോൾ, വേണ്ട, അനന്തൻ എന്തായാലും ജോലി കഴിഞ്ഞ് വന്ന് ക്ഷീണിച്ചതല്ലേ, എന്തായാലും ഞാൻ പോയിക്കോളാം, അത് കുറച്ചല്ലേ, കുഴപ്പമില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ഓട്ടോറിക്ഷ വരികയാണ് കേട്ടോ. അതേസമയം ഞാൻ ഓട്ടോറിക്ഷയിൽ പോവുകയാണ്, ഇതിടാ വന്നു എന്ന് പറഞ്ഞതിന് ശേഷം അർച്ചന കയറുകയാണ് കേട്ടോ. അതേസമയം ജെക്ക് അതിലെങ്ങനെ നടക്കുകയാണ്, വിജയശങ്കർ കാറും കൊണ്ട് പോകുമ്പോൾ ജെക്ക് എങ്ങനെ നടക്കുന്നത് കാണുകയാണ്. വണ്ടി കാത്തിട്ട് ജെക്ക് എങ്ങനെ ഓരോ വണ്ടികൾ തടുക്കുന്നുണ്ട്. പെട്ടെന്ന് ഈ കാറ് നിർത്തിയത് കാണുമ്പോൾ ജെക്ക് വിചാരിക്കണം, അറിയണ ആരോ ആണ് തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് ജെക്ക് പോവുകയാണ്. പെട്ടെന്ന് തന്നെ വിജയശങ്കറിനെ ഇതാ താടി കള്ളുകുടിയനാണല്ലോ എന്ന് പറഞ്ഞിട്ട് റിവേഴ്സ് എടുത്തിട്ട് വിജയശങ്കർ അങ്ങനെ ജെക്ക് അങ്ങനെ അവിടെ വീഴുകയാണ്. ജെക്ക് കേട്ടോ നെറ്റി അടിച്ച് വീഴുകയാണ് കേട്ടോ. അതേസമയം പേടിച്ചിട്ട് വിജയശങ്കർ പെട്ടെന്ന് തന്നെ പോവുകയും ചെയ്യുകയാണ്. അതേസമയം അർച്ചന ഓട്ടോറിക്ഷയിൽ വന്നിറങ്ങി ഒരു ഫ്രൂട്ട്സൊക്കെ വാങ്ങിയതിന് ശേഷം
ഓട്ടോറിക്ഷക്കാരൻ ചോദിക്കുകയാണ്, ഇനി എങ്ങോട്ടെങ്കിലും പോകണം മാഡം എന്ന് ചോദിക്കുന്നത്. വേണ്ട, ഇനി എങ്ങോട്ടും പോകണ്ട, ഇനി ഫ്രൂട്ട്സ് മാത്രം വാങ്ങിയാൽ മതി എന്ന് പറയുകയാണ് കേട്ടോ. ഇനി തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോയാൽ മതി എന്ന് പറഞ്ഞ് അർച്ചന ഇങ്ങനെ പോവുകയാണ്. അതേ സമയത്ത് ജേക്കയുടെ കൂടെ നിറയെ ആൾക്കാരൊക്കെ കൂടിയിട്ട് കള്ളു കുടിച്ച് വീണതാണോ അതോ ആക്സിഡൻ്റ് ആയതാണോ എന്നൊന്നും അറിയാതെ അവരൊരു വണ്ടിക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ആ വണ്ടിയിലാണ് നമ്മുടെ അർച്ചന പോകുന്നത്. അർച്ചന ജെ കെ കാണുകയും അങ്ങനെ ആ ഓട്ടോറിക്ഷയിൽ കയറിയിട്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുകയാണ്.